ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം തൻ്റെ ഭക്തൻ്റെ കയ്യിൽ കൊടുക്കുന്ന അധികാരത്തെക്കുറിച്ച്, അതിൻ്റെ ചിഹ്നത്തെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ എന്തു പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് മോശ, അവർ എന്നെ വിശ്വസിക്കുകയോ എൻ്റെ വാക്ക് കേൾക്കുകയോ ചെയ്യാതെ യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹോവ അവനോട്, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി. അവൻ ഉത്തരം പറഞ്ഞു. അത് നിലത്തിടുക എന്ന് യഹോവ കൽപ്പിച്ചു. മോശ അത് നിലത്തിട്ടു. അതൊരു പാമ്പായി തീർന്നു. അവൻ അതിൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി. പിന്നെ യഹോവ അവനോട്, നീ കൈ നീട്ടി അതിനെ വാലിൽ പിടിച്ചെടുക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ മോശ കൈ നീട്ടി പാമ്പിനെ പിടിച്ചു. അത് അവൻ്റെ കയ്യിൽ വീണ്ടും വടിയായി തീർന്നു. ഇത് അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കേണ്ടതിന് തന്നെ എന്ന് ദൈവം അരുളി ചെയ്തു. ഇവിടെ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് യഹോവ എന്ന വാക്ക്. യഹോവ എന്ന വാക്ക് യഹോവയുടെ നാമം. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നത് അത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 3:13 മോശയ്ക്കൊരു സംശയം ഉണ്ടായി. ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുത്ത് ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ നാമം എന്ത് എന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് മോശ ദൈവത്തോട് ചോദിച്ചു. അതിന് ദൈവം കൊടുത്ത മറുപടിയാണ് അടുത്ത 2 വാക്യങ്ങളിൽ. ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് നീ അവരോട് പറയണം എന്ന് അരുളി ചെയ്തു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേല്യരോട് ഇങ്ങനെ പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവും അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. എൻ്റെ ശാശ്വത നാമം ഇതത്രേ, തലമുറ തലമുറയായി എന്നെ ഓർക്കേണ്ടത് ഈ നാമത്താൽ തന്നെ. യഹോവ. യഹോവ എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ആർക്കും എന്തും എപ്പോഴും എവിടെയും എങ്ങനെയും ആകാൻ കഴിയുന്നവനാരോ അവനാണ് യഹോവ. ആർക്കും എന്തും എപ്പോഴും എവിടെയും എങ്ങനെയും ആകാൻ കഴിയുന്നവനാരോ അവനാണ് യഹോവ, അല്ലെങ്കിൽ അദ്ദേഹമാണ് യഹോവ. ദൈവത്തിൻ്റെ യഹോവയുടെ ഒരു പ്രത്യേകത എന്നത് നമ്മൾ വചനത്തിലുടനീളം ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ പദ്ധതികൾക്ക് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒക്കെ ഒരു പരിധിയുണ്ട്. മനുഷ്യൻ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് അവൻ്റെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്ന പരിഹാരങ്ങളെ അവൻ്റെ കയ്യിലുള്ളൂ. എന്നാൽ ദൈവത്തിന് ആർക്കും എന്തും എപ്പോഴും എങ്ങനെയും എവിടെയും എന്തുമായി മാറാൻ ദൈവത്തിന് കഴിയും. ഒന്നുമില്ലായിരുന്ന ഈ പ്രപഞ്ചത്തിൽ ഈ കാണുന്ന ചരാചരങ്ങളെ മുഴുവൻ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവൻ, ഉണ്ടാകട്ടെ എന്നൊരു വാക്കിനാൽ ഉണ്ടാക്കിയെടുത്തവന് എന്തും കഴിയും. അങ്ങനെ എന്തും കഴിയുന്ന ദൈവത്തിൻ്റെ പേരാണ് യഹോവ എന്ന് വചനം പറയുന്നു. അപ്പോൾ ഈ യഹോവ മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിൽ ഫറവോൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നിൻ്റെ ദൈവത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ മോശയ്ക്ക് പിന്നെയും സംശയങ്ങൾ വന്നു. അപ്പോൾ മോശയ്ക്ക് സംശയം വന്നു കഴിഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? മോശയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പരിധിവരെ യഹോവയോട് പോലും സംശയം വന്നു. അപ്പോൾ മോശ ചോദിച്ചു, സംശയം വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോവ ചോദിച്ചു, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താ? അപ്പോൾ പറഞ്ഞൊരു വടിയാണ്, താഴെ ഇടാൻ പറഞ്ഞു. താഴെ ഇട്ടു. താഴെ ഇട്ടപ്പോൾ
അത് പാമ്പായി മാറി. പാമ്പായപ്പോൾ ഇവൻ പേടിച്ച് പോയി. കയ്യിലിരുന്ന വടി ഇത്രയും വലിയൊരു പാമ്പിനെയാണോ ഇത്രയും കാലം കൊണ്ടുനടന്നെന്നുള്ള രീതിയിൽ പേടിച്ച് അവൻ ഓടി. പക്ഷേ ദൈവം അവനെ തിരിച്ചു വിളിച്ചു, അതിൻ്റെ വാലെ പിടിക്കാൻ പറഞ്ഞു. ആ വാലെ പിടിച്ചപ്പം അത് വീണ്ടും വടിയായി മാറി. നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത് ഇസ്രയേൽ ജനത്തിനെ നടത്തിക്കൊണ്ടു പോകുന്ന പല സാഹചര്യങ്ങളിലും ദൈവം പലപ്പോഴും പ്രവർത്തിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ട് ഈ വടിയെ ഉപയോഗിച്ചിട്ടുണ്ട്. ചെങ്കടൽ പിളർന്നതും ജോർദാൻ പിളർന്നതും പാറയിൽ അടിച്ചതും അങ്ങനെ ഒരുമാതിരി പല സ്ഥലങ്ങളിലും ദൈവം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മോശയെ കൊണ്ട് ഈ വടി ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ മർമ്മം. എന്താണ് ഈ വടി എന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് അത് വടി അധികാരത്തിൻ്റെ ഒരു സിമ്പലായിരുന്നെങ്കിൽ, ഇതുപോലെ അഹറോൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി ഒരു മത്സരം വന്നപ്പോൾ ഒരു രാത്രിയിൽ ഒരു മുറിക്കകത്ത് കയറ്റി വെച്ചിട്ട് ആ രാത്രിയിൽ തന്നെ അഹറോൻ്റെ വടി കിളുത്തു, പൂത്തു, തളുത്തു, പൂത്തു, കായ്ച്ചു, അവസാനം ഫലമായി, പാകമായി. അത് കഴിക്കാൻ പറ്റുന്ന ഫലത്തിൻ്റെ പാകത്തിലേക്ക് അത് വളർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവം അങ്ങനെ ഉറപ്പിച്ചു കൊടുത്തു അധികാരം. അതായത് തൻ്റെ ഭക്തന് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരത്തിൻ്റെ പ്രതീകമാണ് ഈ വടി. ഇന്നും ഈ പൗരോഹിത്യ മതങ്ങളിലൊക്കെ ഈ അധികാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ വടിയും തൊപ്പിയൊക്കെ. അതൊക്കെ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് അങ്ങ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അന്നത്തെ വടി നിലത്തിട്ട പാമ്പായി തിരിച്ച് എടുത്തപ്പം പാമ്പ് വടിയാകുകയൊക്കെ ചെയ്തു. മോശയുടെ വടി, അഹറോൻ്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തളുത്തു, പൂത്തു, കായ്ച്ചു, ഫലമായി എന്നൊക്കെ പറയുന്നെങ്കിൽ ഇന്നത്തെ വടിയൊന്നും അങ്ങനെയൊന്നും ആകുകയില്ല. കാരണം അത് അധികാരത്തിൻ്റെ പേരിലുള്ള സംവിധാനമല്ല. എന്നാൽ ഇനി ഇതിനകത്ത് തന്നെ സങ്കീർത്തനത്തിനകത്ത് 23:4 ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 23:4 പറയുന്നു, മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നു പോയാലും ഞാനൊരു ദോഷവും ഭയപ്പെടുകയില്ല. അവിടുന്ന് എന്നോടൊപ്പം ഉണ്ടല്ലോ, അവിടുത്തെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അതായത് ആശ്വസിപ്പിക്കുന്നത് എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും അത് വടിയും കോലുമാണ് എന്ന് സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോൾ സങ്കീർത്തനം തന്നെ 119:105 വചനം ഇങ്ങനെ എഴുതുന്നു, അവിടുത്തെ വചനം എൻ്റെ പാദത്തിന് ദീപവും എൻ്റെ പാതയ്ക്ക് ഒരു പ്രകാശവുമാകുന്നു. അവിടുത്തെ വചനം എൻ്റെ പാദത്തിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അതായത് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നടക്കുന്നവന് പാദത്തിന് വെളിച്ചം, പ്രകാശം വചനമാകുന്നു. എന്നാൽ സദൃശ്യവാക്യം 21 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ പറയുന്നു, ഗർവമുള്ള കണ്ണും നിഗളമുള്ള ഹൃദയവും ദുഷ്ടന്മാരുടെ വിളക്ക്, അത് പാപം തന്നെ. അതായത് ദുഷ്ടന്മാരുടെ വിളക്കെന്ന് പറയുന്നത് പാപമാണ്. അത് പ്രകടിപ്പിക്കുന്നത് ഗർവമുള്ള കണ്ണും നിഗളമുള്ള ഹൃദയത്തിലൂടെയും ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാം, അന്നത് വടിയായിരുന്നെങ്കിൽ ഇന്ന് സകലവും വചനമാണ്. അത് ഈ സങ്കീർത്തനം 119:105 ഈ സങ്കീർത്തനം 23:4 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത് സകലതും വചനത്താലാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ, പുറപ്പാട് പുസ്തകം 7-നകത്ത് 7-ൻ്റെ 10 മുതൽ 12 വരെ നമ്മളൊരു 3 വാക്യങ്ങൾ വായിച്ചാൽ, മോശയും അഹറോനും ഫറവോൻ്റെ അടുക്കലെത്തി യഹോവ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അഹറോൻ തൻ്റെ വടി ഫറവോൻ്റെയും അയാളുടെ ഉദ്യോഗസ്ഥരുടെയും മുമ്പാകെ നിലത്തിട്ടു, അതൊരു പാമ്പായി തീർന്നു. ഫറവോൻ ജ്ഞാനികളെയും ആഭിചാരകന്മാരെയും വരുത്തി ഈജിപ്തിലെ മാന്ത്രികന്മാരും തങ്ങളുടെ മാന്ത്രിക വിദ്യയിൽ അതേ പ്രവൃത്തി ചെയ്തു. ഓരോരുത്തരും അവനവൻ്റെ വടി നിലത്തിടുകയും അത് പാമ്പായി തീരുകയും ചെയ്തു. എന്നാൽ അഹറോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. അത് പറയുന്നത് എന്നിട്ട് പിന്നെ 13 വാക്യം പറഞ്ഞു, എങ്കിലും യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനമായി, അയാൾ അവരുടെ വാക്ക് കേട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ആത്യന്തികമായ കാര്യം ഇതേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നത്.
എന്നാൽ അന്നുള്ളതുപോലെ തന്നെ ഇന്നും മാന്ത്രികന്മാരൊക്കെ നമ്മുടെ ഇടയ്ക്കുണ്ട്. പക്ഷേ അത് കൂടുതലും സഭയ്ക്കകത്ത് തന്നെയാണ് ഉള്ളത്. അവർ ദൈവത്തിൻ്റെ വചനം എടുത്ത് പ്രയോഗിക്കുമ്പം അതിന് മറുവചനം എടുത്തിട്ട് അവർ കൈകാര്യം ചെയ്യും. നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ, നമ്മൾ ശുശ്രൂഷകരോട്, പ്രത്യേകിച്ച് ഈ ആത്മീയ കോളത്തിലെ ശുശ്രൂഷകരോട് നോക്കിയോ, അവർക്ക് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ അറിയാൻ മേലാത്ത ഒരു കാര്യവുമില്ല. എന്ത് പറഞ്ഞാലും അതിനെല്ലാത്തിനും ഓപ്പോസിറ്റ് ഒരു വചനമുണ്ട്. അത് വിശ്വാസികളാണെങ്കിലും കൂടുതലും അങ്ങനെ തന്നെയാണ്. കാരണം വചനത്തെ വചനം കൊണ്ട് നേരിടേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്തു വേണ്ടി, സാമാന്യപ്പെട്ട വചനം കൊണ്ടൊന്നും വിടുതൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ വിടുതൽ ഉണ്ടാകണമെങ്കിൽ അതിനൊരു അധ്വാനമുണ്ട്, അതിനൊരു ആത്മാർത്ഥതയുണ്ട്. അതിനുപയോഗിക്കുന്ന വചനം ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം, നടത്തിപ്പും പ്രകാരം ഉണ്ടാകുന്നതാണെങ്കിലേ നമുക്ക് വിടുതലുണ്ടാകൂ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകേണ്ടതിന് ദൈവത്തിൻ്റെ ശക്തമായ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ പ്രേരിതമായി ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. അടിയങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.